മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൃഷ്ണൻ. ഇന്ന് നമ്മുടെ ചാനലിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് 5 മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു തക്കാളി അവിയലാണ്. ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാക്കും. അത് ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ മിക്കവാറുമൊക്കെ വൈഫ് ഉണ്ടാക്കാറുണ്ട്. അത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു അവിയൽ തന്നെയാണ്. നിങ്ങൾ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ നല്ല കമൻറ്റുകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വിമർശനങ്ങളും അതുപോലെ നല്ല കമൻറ്റിനും ഒക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കത് ഏറ്റവും നല്ല ഒരു ചാനലായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ പുതിയ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കാര്യങ്ങളുമായിട്ട് നല്ല ടിപ്പുകളുമായിട്ട് വീണ്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കാണുക. എല്ലാവർക്കും ഒരു താങ്ക്സ്. ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് തക്കാളിയും വെള്ളരിക്കയും വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അവിയലാണ്. ഞാനിവിടെ ചെറിയൊരു സൈസ് വെള്ളരിക്ക, ചെറിയ വെള്ളരിക്ക, അതിനനുസരിച്ച് അത്ര തന്നെ തക്കാളി, അത്ര തന്നെ എന്ന് പറയാൻ പറ്റുന്നത് തക്കാളിയുടെ അളവ് കുറച്ചും കൂടി കൂടുതലാണ്. അത് ഇത്തിരി ക്വാണ്ടിറ്റി ഞാൻ കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ എരിവിന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാൻ 4 പച്ചമുളകാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി വേവാനായിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് വരണം. പിന്നെ കുറച്ച് സാധാരണ അവിയൽ പോലെയല്ല, കുറച്ചൊന്ന് ലൂസായിട്ട് ഉള്ള ഇതിൽ വരും. ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇതിൽ വെള്ളരിക്ക തക്കാളി ഇത് രണ്ടും വെന്ത് കഴിയുമ്പം ഒന്ന് സൈസ് ക്വാണ്ടിറ്റി ഒന്ന് കുറയും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് തിളച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അവിയലിൻ്റെ പാകത്തിന് ജീരകവും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇത് 3 കൂടി അരച്ചിട്ട് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില ഒന്ന് നന്നായിട്ട് കീറിയിട്ടിട്ട് കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്തു, വെള്ളരിക്കയും വെന്ത് അടക്കിയപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് അവിയലിന് അരയ്ക്കുന്ന പാകത്തിന് തന്നെ അരയ്ക്കുക. ഉള്ളിയും പച്ചമുളകും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും. പച്ചമുളക് നിങ്ങൾ ഇതിനകത്ത് ഇടുന്നതനുസരിച്ച് എരിവനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് കൂട്ടത്തിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചത്. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവിയൽ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അത് തേങ്ങ ഇട്ടിട്ട് തിളച്ച് ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്കിത് ലാസ്റ്റ് ഫൈനൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ അവിയൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവിയലാണ്. നല്ല തക്കാളി ഇഷ്ടമുള്ളവർക്ക്, തക്കാളിയെ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവിയൽ വളരെയേറെ ഇഷ്ടമാകും. അതുപോലെ ഇതിനകത്ത് നമ്മൾ പുളി ചേർത്തിട്ടില്ല, തൈര് ചേർത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തക്കാളിയിലെ പുളി മതി ഇതിന്. അതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. തേങ്ങ അരച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളിയും വെള്ളരിക്കയും വെന്ത് കിട്ടും. അതിനകത്തോട്ട് ഈ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറായി വരും. കൂടാതെ ഈ അവിയൽ നിങ്ങൾക്ക് ചപ്പാത്തി, ദോശ, അങ്ങനെ ഏതൊരു വിഭവത്തിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെ മാത്രമല്ല ഏതൊരു വിഭവത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അവിയലാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ തീയെ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. കാര്യം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക് യു. ബൈ.